നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലുണ്ടായ സംഘർഷം, അതിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എംപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് ഒരുപാട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ പരിക്കേറ്റ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഈ ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറിയത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് DCCയിലാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. സർജറിക്ക് ശേഷം ഷാഫി ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, കൊള്ളയുടെ പങ്കുപറ്റിയ സർക്കാരാണിത് എന്നതടക്കമുള്ള ഒരു ഗുരുതര ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ശബരിമല വിഷയത്തിലെ വിശ്വാസികളും അതുപോലെ തന്നെ അവിശ്വാസികളും ഒരിക്കലും ക്ഷമിക്കില്ല സർക്കാരിനോടെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ, അതായത് താൻ അവിടെ വന്നതുകൊണ്ടാണ് അവിടെ അക്രമം ഉണ്ടായത് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായത് എന്ന തരത്തിലുള്ള ചില വിശദീകരണങ്ങൾ കേട്ടു. താൻ അവിടെ വന്നത് അക്രമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടാനോ അല്ലോ താൻ എത്തിയത്, മറിച്ച് ഞങ്ങളുടെ പാർട്ടി ജയിച്ചു, അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം, ഒരു ആഘോഷം, അതിനു വേണ്ടിയിട്ടാണ് എത്തിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വാശി, ആ ഒരു ആഘോഷത്തിന് പോലും സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള വാശി ചിലർക്കുണ്ടായതുപോലെ തോന്നി എന്നതടക്കമുള്ള ആരോപണം ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും പേരാമ്പ്രയിൽ പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണം എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത്. തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അടക്കം താൻ പുറത്തുവിടുമെന്നും ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി. മാത്രമല്ല, ഈ ഒരു സംഘർഷത്തിനിടെ ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണ് പോലീസ് മർദ്ദിച്ച ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ആ ചിത്രം ഉയർത്തി കാട്ടിക്കൊണ്ട് ഷാഫി പറമ്പിൽ ചോദിച്ചു, ഇത്രത്തോളം ക്രൂരമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, താൻ അവിടെ സംഘർഷമുണ്ടാക്കാൻ വന്നു എന്ന ചില വിശദീകരണങ്ങൾ, അതിന് മറുപടി ഷാഫി നൽകിയത് ഇപ്രകാരം: താൻ അവിടെ എത്തി, താൻ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ അടക്കം മാധ്യമങ്ങൾക്ക് ഷാഫി പറമ്പിൽ പങ്കുവച്ചിട്ടുണ്ടായി. അതായത് ആ വീഡിയോയിൽ അതിൽ താൻ വന്ന സമയത്ത് അവിടെ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത്, അല്ലെങ്കിൽ ഒരു ക്രമസമാധാനം നഷ്ടപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങരുത്, സമാധാനത്തോടെ തന്നെ ആയിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ അവിടെ ആ യോഗത്തിൽ പറയുകയുണ്ടായി. പക്ഷേ സംഘർഷം ഉണ്ടാക്കുക, ആ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് പോലീസിന്റെ ഇടപെടൽ തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. മാത്രമല്ല, മറ്റു ഗുരുതര ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമാണ് അരങ്ങേറിയത്, ശബരിമല വിഷയം വഴിമാറ്റാനുള്ള ശ്രമമാണ് പേരാമ്പ്രയിൽ കണ്ടത് എന്നതടക്കമുള്ള ആരോപണം ഷാഫി പറമ്പിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നു. മാത്രമല്ല, കൊള്ളയുടെ പങ്കുപറ്റിയ സർക്കാരാണ് ഇത് എന്ന ഒരു വിമർശനം കൂടി ഷാഫി പറമ്പിൽ ഉന്നയിക്കുകയുണ്ടായി. വിശ്വാസികളും അവിശ്വാസികളും ഒരിക്കലും സർക്കാരിനോട് ക്ഷമിക്കയില്ല എന്നാണ് ഷാഫി പറമ്പിൽ ആവർത്തിച്ചു പറയുന്നത്. സംഘർഷം ഒഴിവാക്കാൻ താൻ മാക്സിമം അല്ലെങ്കിൽ തന്റെ പരമാവധി താൻ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നും ഷാഫി പറമ്പിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം മാസ്ക് ധരിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ സമയത്തൊക്കെ ഇടത് അനുകൂല പേജുകളൊക്കെ ഇത് മഷിയാണ് അല്ലെങ്കിൽ രക്തമല്ല, ഇതൊരു നാടകമാണ്, ഷാഫിയുടെ ഷോയാണ് ഇത്, മറിച്ച് രക്തമല്ല അല്ലെങ്കിൽ അത്തരത്തിൽ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയപ്പോഴും തീർച്ചയായിട്ടും അത് ശസ്ത്രക്രിയയ്ക്കൊന്നും വിധേയനാക്കിയിട്ടില്ല, ഇത് താടി വടിക്കാതെ എങ്ങനെയാണ് ശസ്ത്രക്രിയ നടത്തുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്കിന്റെ ഇടത് വലത് അസ്ഥികൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ 3 ദിവസം ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിലാണ് പോലീസ് ലാത്തി ചാർജിനിടെ ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. ആരാണ് ഷാഫി പറമ്പിൽ എന്ന MP? അദ്ദേഹം ഒരു MP കൂടിയാണ്. അദ്ദേഹത്തെ ആക്രമിച്ചത് ആരാണ് എന്ന കാര്യത്തിലൊക്കെ പിന്നീട് അങ്ങോട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പോലീസ് റൂറൽ SP തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണ്, തങ്ങൾ ലാത്തി ചാർജിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കമാൻഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല, ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ആക്രമണമാണ് എന്ന തരത്തിലൊക്കെ റൂറൽ SP പ്രതികരണമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഒരു താൻ ഒരിക്കലും ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു കലാപാഹ്വാനം താൻ നൽകിയിട്ടില്ല, താൻ വന്ന ശേഷം സംഘർഷം ഉണ്ടായി എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം തള്ളുകയാണ്. അത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഷാഫി പറമ്പിൽ.
പോലീസിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് തന്റെ വാർത്താ സമ്മേളനത്തിൽ ഷാഫി ഉന്നയിച്ചത്. എന്തായാലും താൻ കുറെ കാലമായി രാഷ്ട്രീയത്തിൽ തുടരുന്ന വ്യക്തിയാണ്. തനിക്ക് ഇതിനു മുന്നേയും ആക്രമണങ്ങൾ ഏറ്റിട്ടുണ്ട്. പിണറായിയുടെ പോലീസ് തന്നെ മുന്നേയും ആക്രമിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും തളരുന്ന ഒരു വ്യക്തിയല്ല താനെന്നും ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുകയുണ്ടായി. ചില ഫോട്ടോ ഉയർത്തിക്കാട്ടുന്നു. മാത്രമല്ല വീഡിയോ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. പേരാമ്പ്രയിൽ UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർ വാതക പ്രയോഗവും ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത്. കൂടാതെ ലാത്തി ചാർജിൽ നിരവധി UDF പ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. CPM UDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അതേസമയം ഇതിനിടെ ഈ ഒരു സംഭവത്തിൽ പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചതിലുള്ള DYSPമാരുടെ സ്ഥലം മാറ്റം, ആ ഒരു വിഷയം സ്ഥലം മാറ്റിയ ഒരു നടപടി വന്നിരുന്നു. അത് കണ്ണിൽ പൊടിയിടാനാണ് എന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിക്രമത്തിന്റെ പേരിലാണ് ഇവരെ മാറ്റിയതെന്ന് UDFന്റെയും കോൺഗ്രസിനെയും കണ്ണിൽ പൊടിയിടാനാണ്, ഇതിൽ കോൺഗ്രസ് തൃപ്തരല്ല എന്നൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. DYSPമാരെ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആരാണ് ഷാഫിയെ ആക്രമിച്ചത്, അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നതടക്കമുള്ള ആവശ്യത്തിൽ തന്നെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനറൽ സ്ഥലമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. MP ആക്രമിച്ച പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകുമെന്ന് IG ഉറപ്പ് നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. 5 ദിവസത്തിനകം നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. അതുവരെ കാത്തു നിൽക്കുമെന്നും പ്രവീൺ വ്യക്തമാക്കി. വടകര പേരാമ്പ്ര DYSPമാരെയാണ് സ്ഥലം മാറ്റിയത്. പേരാമ്പ്ര DYSP N സുനിൽകുമാറിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് SP ആയും വടകര DYSP N ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുമായാണ് മാറ്റിയത്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP നേരത്തെ പരാതി നൽകിയിരുന്നു. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചെന്നും റൂറൽ SP പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് ഷാഫി പരാതി നൽകിയത്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പിന്നാലെയാണ് UDFും LDFും റാലി നടത്തുന്നത്. ആ റാലി സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. ഇതിനിടെയാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് ലാത്തി ചാർജും കണ്ണീർ വാതക പ്രയോഗം നടത്തുകയുണ്ടായി. തുടർന്നാണ് ലാത്തി കൊണ്ടുള്ള അടിയിൽ ഷാഫി പറമ്പിൽ MP അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റത്. എന്തായാലും ഈ സംഭവങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. അത് പോലീസുകാർക്കെതിരെ നടപടി വേണം, ആരാണ് ആക്രമണം നടത്തിയതിന് പിന്നെ അടക്കമുള്ള കാര്യങ്ങൾ, പോലീസിനെതിരെ വിമർശനം, സർക്കാരിനെതിരെ വിമർശനമൊക്കെ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.